Hey guys, welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഡ്യൂക്ക് 390 അല്ല, ഇത് ഡ്യൂക്ക് 200 ആണ്. സോ നമ്മുടെ കയ്യിലുള്ള ഒരു ഡ്യൂക്ക് 200 ഫുള്ളി 390 കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്, ലുക്സിൽ മാത്രം. സോ വണ്ടിയിൽ TFT ആഡ് ചെയ്തിട്ടുണ്ട്, LED ഹെഡ് ലാംപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2021 മോഡൽ ഡ്യൂക്ക് 200 ആണ്. വണ്ടി ഏകദേശം 22,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട്. സോ വണ്ടി ലുക്ക് വൈസ് കംപ്ലീറ്റ് ഡ്യൂക്ക് 390 ലുക്സിലോട്ട് വണ്ടി കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തേക്കാണ്. വണ്ടിയുടെ സ്വിച്ചസ് ആണെങ്കിലും TFT ആണെങ്കിലും ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ ഒരു നൈസ് പെയിൻറ്റ് സ്കീമാണ് ചെയ്തേക്കുന്നത്. സോ ഞാനപ്പോൾ വണ്ടി നിർത്തിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഞാനപ്പോൾ ഫസ്റ്റ് ടൈമാണ് BS6 ഡ്യൂക്ക് 200 ഓടിക്കുന്നത്. സോ അല്ലാത്ത ഇതിന് മുമ്പുള്ള ഡ്യൂക്സ് എല്ലാം നമ്മൾ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ BS6 ഡ്യൂക്ക് 200 ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നത്. ആൻഡ് ഇതൊരു 2021 മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഭയങ്കര റിഫൈൻഡ് ആണ്, ഭയങ്കര റിഫൈൻഡ് ആണ്. എക്സോസ്റ്റ് സൗണ്ടും ഭയങ്കര കുറവാണ്. നോർമലി KTM വണ്ടികൾക്ക് വരുന്ന ആ ഒരു സൗണ്ട് വണ്ടിക്കില്ല. ഭയങ്കര സ്വീറ്റായിട്ടുള്ള സൗണ്ടാണ്. ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഡ്യൂക്ക് 390 TFT ആണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. ആ ടൈമിൽ ഇത് 2021 മോഡലാണ്. ആ ടൈമിൽ വന്നുകൊണ്ടിരുന്ന 200 ഒരു ന്യൂട്രൽ ഡിസ്പ്ലേ ഉള്ള മീറ്ററാണ് വന്നുകൊണ്ടിരുന്നത്, സാധാരണ പഴയ KTM വരുന്ന പോലെ. സോ അത് റീപ്ലേസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഡ്യൂക്ക് 390 TFT ആണ്. ഇത് Gen 2 ഡ്യൂക്ക് 390 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, Gen 2ൻ്റെ മീറ്ററാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. സോ നമ്മൾ വണ്ടിയുടെ ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ വണ്ടി 390 ആണെന്ന് വിചാരിക്കത്തുള്ളൂ. വണ്ടി ഫുള്ളായിട്ട് കാണാണ്ട് നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നെങ്കിൽ വണ്ടി 390 ആണെന്നേ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ടോട്ടലി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് പണിത് വെച്ചേക്കുന്നത്. സോ വണ്ടിയുടെ 2 അലോയ്സും ഓറഞ്ചിൽ നിന്ന് മാറ്റി ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ആണ് അടിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫോർജ്ഡ് കാർബൺ ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. വണ്ടിയിൽ അങ്ങനെ എക്സോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് വണ്ടിയിലിരിക്കുന്നത്. വണ്ടിയിൽ TFTയും പിന്നെ 390 ഹെഡ്ലൈറ്റും ഇത് രണ്ടും മാത്രം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. സോ അപ്പോൾ തന്നെ നമുക്ക് ലുക്സൊക്കെ കറക്റ്റ് 390 ലുക്സാണ് വണ്ടിയിൽ കിട്ടുന്നത്. ബാക്കിയെല്ലാം വണ്ടിയിൽ സിമിലറാണ് എൻജിൻ വെച്ച്. സോ ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് പക്കാ Gen 2 ഡ്യൂക്ക് 390 ലുക്സ് തന്നെയാണ്. കാരണം വണ്ടിയിൽ ബാക്കി പാർട്സൊക്കെ സിമിലറാണ്. ഹെഡ്ലൈറ്റും TFTയുടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെയാണ്. പിന്നെ എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ മിസ്സിങ് ആയിട്ടുള്ളത്. ഇതിൽ എക്സോസ്റ്റിലൊന്നും ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം വണ്ടി സ്റ്റോക്കാണ്. എൻജിൻ സൈഡൊന്നും ഒന്നും ചെയ്തിട്ടില്ല. 200ൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് വണ്ടിയിൽ, ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും DRL-ആണെങ്കിലും ഡിമ്മും ബ്രൈറ്റും എല്ലാം കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. ചില വണ്ടിയിലൊക്കെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്, അതിൽ ഡിമ്മും ബ്രൈറ്റും ഒന്നും വർക്കിംഗ്, അതിൽ ഡിമ്മ് മാത്രമായിരിക്കും. സോ ഇത് ഡിമ്മും ബ്രൈറ്റും എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ വണ്ടിയുടെ ടെയിലും ചെറുതായിട്ട് ഷോർട്ട് ആക്കിയിട്ടുണ്ട്, ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹഗ്ഗർ റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീറ്റായിട്ടാണ് ഇരിക്കുന്ന വണ്ടി. ഹഗ്ഗർ ഉള്ളത് നല്ലതാണ്. എൻ്റെ വണ്ടിയുടെ ആണെങ്കിലും ഹഗ്ഗർ ഞാൻ ഊരി വെച്ചേക്കുവാണ്, പക്ഷേ ഹഗ്ഗർ ഉള്ളതാണ് നല്ലത്. മഴയുള്ള ടൈമിലൊക്കെ നമുക്ക് പുറകിരിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹഗ്ഗർ ഉള്ളതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ എല്ലാവരും ഒരു ലുക്സിന് വേണ്ടി, ഞാനും ആ ഒരു ലുക്സിന് വേണ്ടി മാറ്റിയതാണ്. എനിക്ക് ഹഗ്ഗർ വെച്ചുള്ള ലുക്സ് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ. പക്ഷേ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഹഗ്ഗർ യൂസ് ചെയ്യുന്നതന്നെയാണ്. മഴയുള്ള ടൈമിലൊക്കെ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി BS6 ആയതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര റിഫൈൻഡ് ആണ് വണ്ടി. ആസ് ഓൾവേസ് ഡ്യൂക്ക് എപ്പോഴും ഒരു ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണ്. ഞാനപ്പം നേരത്തെ ഡ്യൂക്ക് 390 റിവ്യൂലേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഹാൻഡ്ലിംഗ് ആണെങ്കിലും വണ്ടി ഓടിക്കാനുള്ള ഒരു ഫണ്ണ്, അത് വേറെ മൂഡാണ് വണ്ടി. പിന്നെ 390 പോലല്ല, 200 ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ബൈക്കാണ്. നമുക്ക് ഓടിക്കാനും നല്ല ഫണ്ണാണ്, അത്യാവശ്യം പവറുണ്ട്, ഹാൻഡ്ലിങ് അടിപൊളിയാണ്, ലുക്സ് ഉണ്ട്. വണ്ടി മെയിൻ്റെനൻസും നമുക്ക് അത്യാവശ്യം പോക്കറ്റ് കയറാതെ നിൽക്കും. വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാൽ പറന്ന് കയറുകയും ചെയ്യും. ആൻഡ് മൊത്തത്തിൽ വണ്ടി പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റിൽ പറ്റിയ വണ്ടിയാണ്. നോർമൽ പീരിയോഡിക് സർവീസൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3,000 സംതിങ് 4,000-നകത്ത് തന്നെ നിൽക്കും, വേറെ കാര്യമായിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ. സോ വണ്ടി നമുക്ക് ഈസി ടു മെയിൻറ്റെയിൻ ആണ്, വലിയ കുഴപ്പമില്ല.
390 ആണെങ്കിൽ നമുക്കിപ്പോൾ സർവീസ് ഒരു 4000 സംതിങ് ഒക്കെ ആവുള്ളൂ പീരിയോഡിക് ആണെങ്കിൽ. പിന്നെ വെൻ ഇറ്റ് കംസ് ടു മൈലേജ്, ഫ്യൂൽ എഫിഷ്യൻസി നോക്കുന്നവർക്ക് 200 ഒരു ബെസ്റ്റ് ബൈ ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല മൈലേജും തരുന്നൊരു വണ്ടിയാണ്. പിന്നെ വണ്ടിയുടെ ഹാൻഡ്ലിങ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. മൊത്തത്തിൽ നീറ്റ് വർക്കാണ് വണ്ടിയിൽ ചെയ്തേക്കുന്നത്. വണ്ടിയുടെ പെയിൻറ്റിങ് ആണെങ്കിലും അലോയ്സൊക്കെ നീറ്റായിട്ട് ഗ്ലോസി ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത്. നീറ്റായിട്ടാണ് വർക്കൊക്കെ ചെയ്തേക്കുന്നത്. വണ്ടി റണ്ണിങ്ങിലൊക്കെ കാണാൻ അടിപൊളിയാണ്. മൊത്തത്തിൽ വണ്ടി ക്ലീനാണ്. വണ്ടിയിൽ റീപ്ലേസ്മെൻ്റ് എന്ന് പറയാൻ ഹെഡ്ലൈറ്റ്സും TFT മാത്രമേ ഉള്ളൂ. പിന്നെ ടെയിൽ ഷോർട്ടൺ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ആവശ്യമില്ലാത്ത മോഡ്സ് ഒന്നും വണ്ടിയിലില്ല. ഒരുപാട് പേര് ടൂറിങ്ങും ലോങ് റൈഡ്സ് ഒക്കെ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഡ്യൂക്ക് 200. സോ ടൂറിംഗ് ഒക്കെ പുട്ടുപോലെ ഇതിനകത്ത് നടക്കും. നല്ല കംഫർട്ടാണ്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാനാണെങ്കിലും നമുക്കങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. നൈസാണ്. സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റിസ്റ്റ് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കപ്പോൾ അത്യാവശ്യം പില്ലിയണ വെച്ചാണെങ്കിലും ലോങ് റൈഡ്സ് ഒക്കെ സുഖമായിട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പം നമ്മളിനിയും കുറച്ച് ഇതുവരെ നമ്മൾ ബൈക്സിൻ്റെ വീഡിയോ ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇനിയും നമ്മൾ കാർസിൻ്റെ വീഡിയോ ഇവിടെ കുറച്ചുകൂടി ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യാൻ, നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്യാൻ. ഇതാകുമ്പോൾ നമുക്കിപ്പോൾ ഹെൽമെറ്റിൽ തന്നെ മൗണ്ട് ഫിക്സ് ചെയ്ത് ചെയ്യാം. കാറിൻ്റെ വീഡിയോ അങ്ങനെ നമുക്ക് ഹെൽമെറ്റ് വെച്ച് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പം വേറൊരു മൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി അങ്ങോട്ട് നമ്മൾ കാർസിൻ്റെ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളെല്ലാം വെച്ച് നമ്മൾ അത്യാവശ്യം നല്ല കണ്ടൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കിനിയും നമ്മുടെ ചാനലിൽ ബൈക്സിൻ്റെ മാത്രമല്ല കാർസിൻ്റെ വീഡിയോസും കാണാം. സോ പിന്നെ നമ്മൾ കുറച്ച് ട്രാവൽ വ്ളോഗ്സൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഉടനെ പുറകെ വരുന്നതായിരിക്കും. കൺസിസ്റ്റൻ്റായിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ഒരു മോഡലൂടെയാണ് ഡ്യൂക്ക് 200. സോ ഒരു എൻട്രി ലെവൽ KTM എല്ലാവരും എടുക്കുന്നത് 200 ആണ്. സോ 125-നെക്കാട്ടിലും അവർക്ക് സെയിൽ കൂടുതലുള്ള 200-നാണ്. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ട്, നിങ്ങൾക്ക് ടൂറിങ്, നിങ്ങൾ അത്യാവശ്യം വണ്ടിയുടെ ലുക്സ് നോക്കുന്ന, ഫ്യൂൽ എഫിഷ്യൻസി, വണ്ടിക്ക് എന്നാൽ അധികം സർവീസ് കോസ്റ്റ് ആവരുത്, അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ അറ്റ് റീസണബിൾ പ്രൈസിൽ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂക്ക് 200 കണ്ണും പൂട്ടി ചൂസ് ചെയ്യാം. വണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂസേഴ്സിനെല്ലാം പറ്റിയ ഒരു പെർഫെക്റ്റ് പാക്കേജാണ് വണ്ടി. സോ നിങ്ങൾക്ക് വണ്ടി എടുത്താൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂസേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ട് നടക്കും. സോ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് വണ്ടിയെ പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും. സോ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡ്യൂക്ക് 200-ൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.